AR ഓട്ടോമൊബൈൽ ഇൻഫോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ടർബോ ചാർജിനെ കുറിച്ചാണ് പറയുന്നത്. ടർബോ ചാർജിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനിലേക്ക് കൂടുതൽ എയറിനെ കടത്തി വിട്ട് എഞ്ചിൻ്റെ പെർഫോമൻസ് കൂട്ടുന്നതിനാണ് ടർബോ ചാർജർ ഉപയോഗിക്കുന്നത്. എഞ്ചിൻ ഉണ്ടാകുന്ന ഇൻടേക്ക് സെഷനിൽ എയറിനെ വലിച്ചെടുക്കുകയും ഹയർ RPMൽ ഇത്രയും എയറിനെ വലിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നു. അങ്ങനെ ഹയർ RPMൽ എഞ്ചിൻ്റെ പെർഫോമൻസ് കുറയുകയും ചെയ്യുന്നു. അത് പരിഹരിക്കാനാണ് നമ്മൾ ടർബോ ചാർജർ ഉപയോഗിക്കുന്നത്. ടർബൈൻ്റെ അകത്ത് വരുന്ന രണ്ട് പാർട്സാണ്, ഒന്ന് കംപ്രഷൻ വീലും ഒന്ന് ടർബൈൻ വീലും. ഈ ടർബൈൻ വീലിനെയും കംപ്രഷൻ വീലിനെയും കവർ ചെയ്തുകൊണ്ട് ടർബൈൻ ഹൗസിങ്ങും കംപ്രസിങ് ഹൗസിങ്ങും വരുന്നുണ്ട്. എഞ്ചിനിൽ വരുന്ന എക്സോസ്റ്റ് ഗ്യാസിനെ ഇല്ലറ്റ് പോർട്ട് വഴി ടർബൈനെ കറക്കി അതോടൊപ്പം കണക്ട് ചെയ്തിരിക്കുന്ന കംപ്രസിങ് വീലിനെ കറക്കി എയറിനെ വലിച്ചെടുത്ത് എഞ്ചിനിലേക്ക് കടത്തിവിടുന്നു. നമ്മൾ കംപ്രസ് ചെയ്ത എയറിനെ ഇൻ്റർകൂളർ വഴി കടത്തി വിട്ട് എഞ്ചിനിലേക്ക് എത്തിക്കുന്നു. ഇൻ്റർകൂളറിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസ് ചെയ്ത എയറിൻ്റെ ഹീറ്റിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇൻ്റർകൂളർ ഉപയോഗിക്കുന്നത്. കുറച്ച് എഞ്ചിനിലേക്ക് എത്തിക്കുന്നു. ഇതുകൊണ്ട് എഞ്ചിൻ്റെ പെർഫോമൻസ് കൂട്ടുന്നതിനാണ് ടർബോ ചാർജർ ഉപയോഗിക്കുന്നത്. തീർച്ചയായും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.